السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. وتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 48-ാമത് ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന 113-ാമത്തെ ആയത്ത് മുതൽക്കാണ്, ആ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏതാനും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കേൾക്കാനും അറിയാനും അറിഞ്ഞത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് അങ്ങനെ മാറ്റിത്തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓതിവെച്ച ആയത്ത് 113-ാമത്തെ ആയത്ത്, وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഖുർആനെ സംബന്ധിച്ച് തന്നെ പരാമർശിക്കുന്ന ഒരു ആയത്താണ് എന്ന് നമ്മൾ കഴിഞ്ഞു. 319-ാമത്തെ പേജിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഖുർആൻ എന്താണെന്ന്, ഖുർആനിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. അതിലെ ചെറിയൊരു കാര്യം കൂടെ വിശദീകരിക്കാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചു. അതെന്തായിരുന്നു? വസറഫ്നാ ഫീഹി മിനൽ വഈദ്. താക്കീതുകൾ വിവിധ രൂപത്തിൽ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. താക്കീതുകളിലെ വൈവിധ്യങ്ങൾ, പല രൂപത്തിൽ അള്ളാഹു മനുഷ്യരെ താക്കീത് ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ ബുദ്ധിശക്തിയും സ്വഭാവ പ്രകൃതവും ഒക്കെ വ്യത്യസ്തമാണ്. ഒരു പണ്ഡിതന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന രീതിയിലല്ല ഒരു സാധാരണക്കാരൻ അത് മനസ്സിലാകുന്നത്. അതിനാൽ തന്നെ അള്ളാഹു ഇവിടെ ഭയപ്പെടുത്തുകയും പ്രത്യാശ നൽകുകയും യുക്തിപൂർവം ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഖുർആൻ എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലതരത്തിലുള്ള മനുഷ്യർ, പലരുടെയും ബുദ്ധി വ്യത്യസ്തമാണ്, സ്വഭാവ പ്രകൃതം വ്യത്യസ്തമാണ്. പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരെയും ഭയപ്പെടുത്തുകയും പ്രത്യാശ നൽകുകയും
യുക്തിപൂർവം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. താക്കീത് എന്ന് പറയുന്നത്, ഖുർആൻ നൽകുന്ന താക്കീതുകൾ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അത് ഏതാനും കാര്യങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെടും. ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാരുണ്യമാണ്. മുന്നിൽ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ അത് നമുക്കുള്ള രക്ഷയല്ലേ? സൂറത്ത് റഹ്മാനിൽ നരകത്തെ സംബന്ധിച്ച്, അഗ്നിയെ സംബന്ധിച്ച്, ശിക്ഷയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതും അനുഗ്രഹങ്ങളായിട്ടാണ് എണ്ണിയത്. ഏതിനെ? നരകത്തെ സംബന്ധിച്ച്, അഗ്നിയെ സംബന്ധിച്ച്, ശിക്ഷയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹങ്ങളിൽ, റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞു തരിക എന്നുള്ളത് സ്നേഹത്തിന്റെ അടയാളമാണ്. പരീക്ഷയ്ക്ക് മുമ്പ് മക്കളോട് പരാജയത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ മാതാപിതാക്കളെ പോലെ തെറ്റായ വഴിയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ അള്ളാഹു നൽകുന്ന സ്നേഹനിർഭരമായ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള താക്കീതുകൾ വിവിധ രൂപത്തിലാണ് നമ്മൾ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. വിശുദ്ധ ഖുർആനിലെ വാണിംഗ്, താക്കീതുകൾ, അതിന്റെ ശൈലി കേവലം ഭയപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കാനും നേർവഴിയിലേക്ക് നയിക്കാനുള്ള നിർഭരമായ ഒരു സമീപനമാണ് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത്. ചുരുക്കി നമ്മൾ അതൊന്ന് വിശദീകരിച്ചു നോക്കുക, സംസാരിച്ചു നോക്കുക അതിനെ സംബന്ധിച്ച്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും താഴെ ഇനി പറയാൻ പോകുന്ന ചില രൂപത്തിലാണ് ഖുർആനിൽ താക്കീതുകൾ ഉള്ളത്. നല്ലോണം മനസ്സിലാക്കണേ. പരിശുദ്ധ ഖുർആനിലുള്ള അള്ളാഹു നൽകുന്ന വഈദുകൾ, വഅദാനുകൾ, താക്കീതുകൾ ഏതൊക്കെ രൂപത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാകുമ്പോൾ പടച്ചവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഏറെ ബോധ്യപ്പെടും. ഒന്ന്, കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ചരിത്രത്തിലൂടെയുള്ള താക്കീതുകൾ കാണാം. ഉദാഹരണമായി ആദ്, സമൂദ് തുടങ്ങിയ പുരാതന ജനതകളുടെയും ഫിർഔൻ, നമ്രൂദ് തുടങ്ങിയ ഭരണാധികാരികളുടെയും പതനത്തെ സംബന്ധിച്ച്, അവരുടെ പരാജയത്തെ സംബന്ധിച്ച് ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. ദൈവകൽപ്പനകൾ ധിക്കരിക്കുകയും അക്രമം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന നാശത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ തലമുറക്കുള്ള ശക്തമായ ഒരു താക്കീതാണ്. ആദ്, സമൂദ് തുടങ്ങിയ പുരാതനമായ ജനങ്ങളെ സംബന്ധിച്ചും ഫറോവ, നമ്രൂദ് പോലെയുള്ള ധിക്കാരികളായ ഭരണാധികാരികളുടെ പരാജയത്തെ സംബന്ധിച്ചുമൊക്കെ ഖുർആൻ പറഞ്ഞു തരുന്നത് പടച്ചവന്റെ കൽപ്പനകൾ ധിക്കരിക്കുകയും അക്രമം പ്രവർത്തിക്കുകയും ചെയ്തപ്പോ അവർക്കൊക്കെ നേരിട്ട നാശത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. ഇന്നത്തെ ഫറോവമാർക്ക്, ഇന്നത്തെ നമ്രൂദ്മാർക്കുള്ള താക്കീതുകൾ എന്നോണമാണ്. അതേപോലെ കഴിയുന്ന ജനങ്ങളുണ്ടല്ലോ, അക്രമകാരികളായ ജനങ്ങൾ, ആദിനെ പോലെ സമൂദിനെ പോലെയുള്ള ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളായിട്ടാണ് അവയെ നമ്മൾ കാണുന്നത്. ഇനി എന്താ ഉള്ളത്? വഈദുകൾ, അള്ളാഹുവിന്റെ താക്കീതുകൾ. പരലോകത്തെക്കുറിച്ചുള്ള താക്കീതുണ്ട്. അതെന്താ? മരണാനന്തരം ജീവിതമുണ്ട്, വിചാരണ ദിനമുണ്ട്, നരകശിക്ഷയുണ്ട് എന്നിവയെക്കുറിച്ച് ഖുർആൻ ആവർത്തിച്ച് താക്കീത് നൽകുന്നുണ്ട്. ഐഹിക ജീവിതത്തിലെ ഓരോ പ്രവൃത്തികൾക്കും കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നും തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഇതിലൂടെ ഖുർആൻ നൽകുന്നത്. ഇതിലൂടെ മരണാനന്തര ജീവിതം പറയുന്നു, വിചാരണാ ദിനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു, നരകശിക്ഷയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു തരുമ്പോ
എന്താ നമുക്ക് ബോധ്യമാകേണ്ടത്? ഐഹിക ജീവിതത്തിലെ ഓരോ പ്രവർത്തികൾക്കും ഓരോ സംഗതികൾക്കും കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു ഈ മരണാനന്തര ജീവിതവും വിചാരണാ ദിനവും നരകശിക്ഷയും ഒക്കെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ സഞ്ചരിക്കുന്ന വഴിതെറ്റി സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഉള്ള അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെന്ത് തരത്തിലുള്ള താക്കീതുകളാണുള്ളത്? മൂന്നാമതായി നമ്മൾ കാണുന്നത് ധാർമ്മികവും സാമൂഹികവുമായ താക്കീതുകൾ എന്ന് പറയാം. അതെന്താ? വ്യക്തിപരമായി സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളുകൾക്ക്, അഹങ്കാരികൾക്ക്, പിശുക്ക് കാണിക്കുന്നവർക്ക്, പരദൂഷണം പറയുന്നവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് നേരിടേണ്ടി വരിക എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് പല ശിക്ഷകളും ഏൽക്കേണ്ടി വരും. അനാഥകളുടെ സ്വത്ത് കൈവശപ്പെടുത്തിയാൽ, അളത്തത്തിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം വരുത്തിയാൽ, അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ താക്കീതുകൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അങ്ങനെ വിവിധ രൂപത്തിലുള്ള താക്കീതുകളുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ശരിക്ക് മനുഷ്യന് ഈ ലോകത്തും പരലോകത്തുമൊക്കെ അവന്റെ രണ്ട് കരങ്ങളും അവന്റെ മുഴുവൻ ജീവിതത്തിലും അവന് നാശമുണ്ടാക്കുന്ന രൂപത്തിലാണ് ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അഹങ്കാരം കാണിക്കുന്നവർക്ക് താക്കീത്, പിശുക്കന്മാരോട് താക്കീതുണ്ട്, പരദൂഷണം പറയുന്നവർക്ക് പ്രത്യേക താക്കീതുകളുണ്ട്, അനാഥകളുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നവരോട് പ്രത്യേക താക്കീതുകളുണ്ട് ഖുർആനിൽ. അളവിലും തൂക്കത്തിലുമൊക്കെ കുറവ് വരുത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചുള്ള താക്കീതുകളുണ്ട്. ഇങ്ങനെ ധാർമ്മികവും സാമൂഹികവുമായ മൂന്നാമതൊരു തരത്തിലുള്ള താക്കീതുകളുണ്ട് ഖുർആനിൽ. വേഗം പറഞ്ഞു പോവുകയാണ്. നാലാമത്തത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് പോലെ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെയുള്ള താക്കീതുകളുണ്ട്. പ്രളയത്തെ സംബന്ധിച്ച്, ഭൂകമ്പങ്ങളെ സംബന്ധിച്ച്, ഇടിമിന്നലുകളെ സംബന്ധിച്ച്, അങ്ങനെ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ അടയാളങ്ങളാണ്, ധിക്കാരികൾക്കുള്ള താക്കീതായും ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കടുത്ത രൂപത്തിൽ സംഭവിക്കുന്ന ഒരു ദിനം വരാൻ പോകുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന പ്രളയത്തെക്കാൾ വലിയ പ്രളയം, ഭൂകമ്പങ്ങളെക്കാൾ ഏറ്റവും വലിയ ഭൂകമ്പം, ഇതൊന്നല്ല ഇടിമിന്നൽ എന്ന് പറയുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നല്ല. ഇതിനേക്കാൾ കഠിനമായത് ലോകത്ത് സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്നിങ്ങനെ അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. എന്തിനാ അത്? മനുഷ്യൻ നിസ്സഹായനാണ്. പടച്ചവന്റെ പരമാധികാരത്തെ അവൻ ഓർമ്മിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ നിസ്സഹായതയും പടച്ചവന്റെ പരമാധികാരത്തെയും ഓർപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നാലാമതൊരു തരത്തിലുള്ള താക്കീതുകളും ഖുർആനിലുണ്ട്. ഇനി എന്താ ഉള്ളത്? അഞ്ചാമതായി ഒന്നുകൂടെ നമ്മൾ നോക്കുക. പാശ്ചാത്യത്തിനുള്ള അവസരം നൽകിക്കൊണ്ടുള്ള ചില പ്രത്യേക തരത്തിലുള്ള താക്കീതുകളുണ്ട്. ഇനിയും കാത്തിരിക്കണ്ടട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യരെ നിങ്ങൾക്കതിന് സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ വരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരത്തിൽ അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ എന്ന് ഖുർആനിലുള്ള മിക്ക താക്കീതുകളും അവസാനിക്കുന്നത് അള്ളാഹു പാശ്ചാത്തപിക്കുന്നവരോട് കരുണയുള്ളവനാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ പല താക്കീതുകളും പറയുമ്പോ ആ താക്കീതിന്റെ അവസാനത്തിലുള്ളത് എന്താ അറിയോ? പടച്ചവനോട് പാശ്ചാത്തപിക്കുന്ന, തൗബ ചെയ്യുന്ന ആളുകളുടെ നേരെ അള്ളാഹു ഏറെ കരുണയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ശിക്ഷയെക്കുറിച്ച് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കാനല്ല, മറിച്ച് വൈകുന്നതിന്റെ മുമ്പ്, കാലം തീരുന്നതിന്റെ മുമ്പ്, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ മുമ്പ് തെറ്റുകൾ തിരുത്തി പടച്ചവനിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ താക്കീതുകൾ നൽകുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള താക്കീതുകൾ ഖുർആനിൽ കാണാം. വസറഫ്നാ ഫീഹി മിനൽ വഈദ്. എന്താ ഇതിന്റെ ലക്ഷ്യം? അത് നമ്മൾ മനസ്സിലാക്കി. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. മനുഷ്യന്റെ അശ്രദ്ധ വരുന്നവനാണ്. ആ അശ്രദ്ധയിൽ നിന്ന് അവനെ ഉണർത്താൻ വേണ്ടിയാണ് ഈ താക്കീതുകൾ. ഇങ്ങനെ പലതരത്തിലുള്ള പ്രകൃതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോ
അപകടങ്ങൾ വരുമ്പോ, അതേപോലെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും നേരിടേണ്ടി വരുമ്പോ മനുഷ്യനെ അവന്റെ അശ്രദ്ധയിൽ നിന്ന് ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ്. രണ്ടാമതായി അവനെ ബോധവൽക്കരിക്കാനാണ്. ശരിയും തെറ്റും തമ്മിലുള്ള വേർതിരിവ് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ ഒരു സംഭവം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ താക്കീതുകൾ നൽകുന്നത്. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തിയെയും സമൂഹത്തെയും നന്മയിലേക്ക് നയിക്കാനാണ് കാര്യം, നന്മയിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത്, ഖുർആനിലെ താക്കീതുകൾ ശിക്ഷിക്കാനുള്ള വെമ്പലല്ല, പടച്ചവന്റെ അങ്ങനെയുള്ള ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വെമ്പലല്ല, മറിച്ച് മനുഷ്യൻ വഴിതെറ്റി നശിച്ചു പോകാതിരിക്കാനുള്ള സ്നേഹപൂർണമായ അലാറം ബെല്ലുകളാണ്. അങ്ങനെയുള്ള അലാറങ്ങളാണ്, അവനെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ വരുന്നത് എന്ന്. ഇപ്പൊ നമുക്ക് മഴ വരുമ്പോ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ ഉണ്ടാകുമ്പോ, അതൊക്കെ സംഭവിക്കുമ്പോ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ നമ്മെ അലാറം അടിച്ചുകൊണ്ട്, നമ്മൾ ബെല്ലുകൾ അടിച്ചുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്താറില്ലേ? ഇതേപോലെയുള്ള ബെല്ലുകളാണ്, അലാറങ്ങളാണിത്. നമ്മളെ തിരിച്ചു നടത്താനുള്ള, നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അള്ളാഹു നൽകുന്ന ഈ വഈദുകൾ എന്ന് മനസ്സിലാക്കുക. ഖുർആനിന്റെ ഈ ആയത്തിന്റെ അവസാന ഭാഗം ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ. ഖുർആൻ അവതരണത്തെ സംബന്ധിച്ചാണല്ലോ തുടക്കത്തിൽ പറഞ്ഞത്, അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥം, ഒരു ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ രണ്ട് ലക്ഷ്യങ്ങളാണ് ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. എന്താ അത്? ലഅല്ലഹും യത്തഖൂൻ, അവർ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് ആത്മസംരക്ഷണം നേടാൻ. രണ്ട്, ഔ യുഹ്ദിസു ലഹും ദിക്റാ, അതല്ലെങ്കിൽ അവർക്ക് ഉന്നതമായ പദവിയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ബോധവും ഉണ്ടാകാൻ. യുഹ്ദിസു, തഹദീസ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യൻ അപ്ഡേറ്റ് ആകാൻ എന്നാണ്, അവന് കാര്യങ്ങൾ പുതുക്കാനാണ്, അവനെ ഓർമ്മപ്പെടുത്താനാണ് എന്ന്. ചുരുക്കത്തിൽ ഖുർആൻ എന്നത് കേവലം ഒരു വായനാ പുസ്തകം മാത്രമല്ല, നമുക്ക് ഓതുന്ന ഒരു പുസ്തകം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ അവന്റെ താഴ്ന്ന തലങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഉന്നതമായ നീതിയിലേക്കും ഔന്നിത്യത്തിലേക്കും നയിക്കുന്ന ഒരു വഴികാട്ടിയാണ്. അതുകൊണ്ടാണ് ഇനി അടുത്ത് വരുന്ന അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നത് ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് എന്ന് പറയുന്നത്. യഥാർത്ഥ രാജാവായ അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആയത്ത് തുടങ്ങുന്നത്. ഫതആല, അത്യുന്നതനായിരിക്കുന്നു എന്ന്. ആ ആയത്ത് എന്താണ് നമ്മൾ ഓതി നോക്കുക. 114 ആയത്ത്. തീർക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ എവിടെയാണോ നമ്മുടെ സൂം ID കട്ടാകുന്നത് അവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് നിർത്തും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 114 ആയത്ത് എന്താണത്? ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ. സാക്ഷാൽ രാജാവായ അല്ലാഹു അത്യുന്നതനായിരിക്കുന്നു. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, സാക്ഷാൽ രാജാവായ അല്ലാഹു, അൽ ഹഖ് സാക്ഷാൽ. വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ളാ ഇലൈക വഹ്യുഹു. ഖുർആൻ അത് നിനക്ക് ബോധനം നൽകപ്പെട്ട് കഴിയുന്നതിന്റെ മുമ്പായി പാരായണം ചെയ്യുന്നതിന് നീ ധൃതി കാണിക്കരുത്. താങ്കൾക്കൊരു ആയത്ത് ഓതിത്തരുമ്പോ ആ ആയത്ത് ഓതിത്തീരുന്നതിന്റെ മുമ്പായി തന്നെ അത് കാണാതെ പഠിക്കണമെന്നുള്ള നിലക്ക് താങ്കൾ ധൃതി പിടിച്ച് അത് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട. ആയത്ത് മുഴുവനായി കേട്ടിട്ട് പിന്നീട് ഓതിയാൽ മതി. ആ ഭാഗം മുഴുവനായി, ഒരു പേജ് ഓതിത്തന്നാൽ അത്രയും, 2 പേജ് ഓതിത്തന്നാൽ, ഒരു ജുസു ഓതിത്തന്നാൽ, എത്രയാണോ ജിബ്രീൽ വന്ന് നിങ്ങളുടെ അടുക്കൽ ഓതിത്തരുന്നത് അത് മുഴുവനും കേട്ടിട്ട്
പിന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നതാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അതിന്റെ മുമ്പ് ഇതൊന്നും മറന്നു പോവുകയോ എന്നുള്ള നിലക്ക് ഓരോന്നും അതിനിടയ്ക്ക് നിങ്ങൾ ഓതി ധൃതി പിടിച്ചു ഓതേണ്ടതില്ല. മനസ്സിലായല്ലോ? എന്റെ രക്ഷിതാവേ, എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ, അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് താങ്കൾ പറയുകയും ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്താണിത്. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. സാക്ഷാ രാജാവായ അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. ഖുർആൻ അത് നിനക്ക് ബോധനം നൽകപ്പെട്ട് കഴിയുന്നതിന് മുമ്പായി പാരായണം ചെയ്യുന്നതിന് നീ ധൃതി കാണിക്കരുത്. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നീ പറയുകയും ചെയ്യുക. ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഫതആല എന്ന് പറഞ്ഞാൽ ഉന്നതനായിരിക്കുന്നു. ലാ തഅജൽ, നീ ധൃതി കാണിക്കരുത്. യുഖ്ള എന്ന് പൂർത്തിയാക്കപ്പെടുന്നു, തീർപ്പാക്കപ്പെടുന്നു. സിദ്നി എന്ന് പറഞ്ഞാൽ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. വഹയി പൂർത്തിയാകാൻ കാത്തിരിക്കുക എന്നതാണ് ഇതിലുള്ള മൊത്തത്തിലുള്ള ഒരാശയം. അതോടൊപ്പം തന്നെ എന്റെ റബ്ബേ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നത് വിജ്ഞാനം തേടുന്നവർ എപ്പോഴും ചെല്ലേണ്ട ഖുർആനിലെ പ്രശസ്തമായ ഒരു പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒന്നും കൂടിയാണ്. അതും കൂടെ നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞതുപോലെ ഖുർആനിന്റെ വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് അത് ഓതി കേൾപ്പിക്കുമ്പോ വഹി അവസാനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ധൃതിപ്പെട്ട് ഓതുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിരുന്നു. കാരണം എന്താ? മറന്നുപോയേക്കുമോ എന്ന ആശങ്കയാണ്. അത് കാരണം മലക്ക് സ്ഥലം വിടും മുമ്പ് തന്നെ മനപ്പാടമാക്കണമെന്ന ഉദ്ദേശമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ജിബ്രീൽ വന്ന് റസൂലിനെ ഖുർആൻ ഓതിക്കൊടുത്ത് അദ്ദേഹം പോവല്ലോ. അപ്പൊ ഉടനെ മുമ്പ് തന്നെ എനിക്കിത് പഠിച്ചു തീർക്കണം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജിബ്രീലിനോട് ചോദിക്കാലോ. അതുകൊണ്ട് വേഗം ഓതി പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമായിരുന്നു. അങ്ങനെ ചെയ്യണ്ട. അറിവ് വർദ്ധിപ്പിച്ചു തരാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് കൂടിയാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ മറ്റൊരു രൂപത്തിൽ സൂറത്തുൽ ഖിയാമയിൽ 16 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ ഇത് ഉണ്ട്. അതിന്റെ വിശദീകരണമൊക്കെ മാനിമൗലയുടെ തഫ്സീറൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എന്നായിരുന്നു നമ്മൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന മറ്റു ചില സംഗതികൾ. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു 3 ഘട്ടങ്ങളിലൂടെ ഖുർആനിന്റെ സംരക്ഷണം ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ശ്രദ്ധിച്ചു കേൾക്കുക, ഇൻസാത്ത്, മിണ്ടാതിരിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിത്തീരുന്നത് വരെ ശാന്തമായി കേൾക്കണം. അതാണ് ഒന്നാമത്തെ, ശാന്തമായി കേൾക്കുക. രണ്ടാമത്തത്, ഹൃദയത്തിൽ ശേഖരിക്കുക. ജംഅഹു വ ഖുർആനഹു എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഖിയാമയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അള്ളാഹു അത് സുരക്ഷിതമായി സൂക്ഷിക്കും. അതിന്റെ ഉത്തരവാദിത്തം ഇന്ന അലൈന, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് അള്ളാഹു സൂറത്തുൽ ഖിയാമയിൽ പറയുന്നുണ്ട്. അള്ളാഹു അത് ജംഅ് ചെയ്യുന്നതാണ്. മൂന്നാമതായി, പാരായണം ചെയ്യുക. ജിബ്രീൽ അലൈഹിസ്സലാം പോയി കഴിഞ്ഞാൽ അത് കൃത്യമായി പാരായണം ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രാപ്തനാക്കിയിട്ടുണ്ട്, ആക്കുന്നതാണ് എന്ന് കൂടെയുള്ള വാഗ്ദാനം അള്ളാഹു ഇവിടെ നൽകുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? ഒരാളിൽ നിന്ന് വല്ലതും പഠിക്കുമ്പോ അയാൾ പറയുന്നത് അവസാനിക്കുന്നത് വരെ ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സാവധാനത്തിൽ ആ കാര്യം ഓർമ്മിച്ച് പഠിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന്. ഒരാളിൽ നിന്നൊരു വല്ലതും നമ്മൾ പഠിക്കുമ്പോ അത് ശ്രദ്ധാപൂർവം കേട്ട് പഠിക്കുകയാണ് ആവശ്യം. ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അറിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തികയുന്ന ഒന്നല്ല. അറിയും തോറും കൂടുതൽ അറിയുവാൻ ജിജ്ഞാസയുണ്ടായിരിക്കുകയും
കൂടുതൽ അറിവ് ലഭിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രധാനമായി മനസ്സിലാക്കുന്നത്. ഒന്ന്, ഒരാളൊരു സംഗതി പറയുമ്പോൾ ആ പറഞ്ഞു തീരുന്നത് വരെ ശ്രദ്ധാപൂർവം കേൾക്കുകയാണ് ചെയ്യുന്നത്. ഒരു സംസാരം പൂർണ്ണമാകുന്നതിന് മുമ്പ് അത് ഏറ്റു ചെല്ലേണ്ടതില്ല. കാരണം ആ വചനത്തിന്റെ അവസാനം പിന്നീട് എന്താണ് വരുന്നത് എന്നറിയില്ല. ഒരു നിബന്ധനയാണോ, ഒരു ഒഴിവാക്കലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണോ അതിന്റെ അവസാനം വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവസാനം വരെ കേൾക്കുക. ആ സംസാരത്തിന്റെ അവസാനം എന്താണ് വരുന്നത് എന്നറിയാതെ അതിനിടക്ക് കയറിയിട്ട് ആ സംസാരത്തെ നമ്മൾ തടസ്സപ്പെടുത്തരുത്. സംസാരം പൂർണ്ണമായാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായ അർത്ഥം ലഭിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് ജിബ്രീൽ ഓതി തീർക്കുന്നത് വരെ കാത്തിരിക്കുക എന്നാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, കേൾവി എന്ന ഒരു വിനയത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ. അത് വിജ്ഞാനം നേടുന്നതിന്റെ ആദ്യത്തെ മര്യാദയാണ്, അദബാണ്. വിജ്ഞാനം നേടുന്നതിന്റെ ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ്. സംസാരിക്കുന്നവർ സംസാരിച്ച് തീരുമെന്ന് ഉറപ്പാക്കുന്നത് കേൾക്കുന്നവന്റെ വിനയത്തെയും അറിവിനോടുള്ള ബഹുമാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് പടച്ചവന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഖുർആൻ എന്നത് പടച്ചവന്റേതാണ്. അത് മനുഷ്യൻ നിർമ്മിച്ചതല്ലല്ലോ, അങ്ങനെയുള്ള ഒരു സാഹിത്യമല്ലല്ലോ. അത് സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹുവിനാണ്. അതുകൊണ്ട് ആ നിലക്ക് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇവിടെ ഉറപ്പെടുത്തുക. പിന്നെ നമ്മൾ കണ്ടത് വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. അറിവ് എന്നത് അവസാനമില്ലാത്തൊരു യാത്രയാണ്. ഈ വചനം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു സംഗതി അതെയാ. ലോകത്തെ ഏറ്റവും വലിയ അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഖുർആനാകുന്ന ഏറ്റവും വലിയ അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒരു പ്രാർത്ഥന ഖുർആനിലുള്ളത് ഈ ഒരു പ്രാർത്ഥന മാത്രമാണ്. അറിവ് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള അതാ ഒരു പ്രാർത്ഥന മാത്രമാണ്, എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഖുർആനിലുള്ളത്. ഇതിലൂടെ നമ്മുടെ ഓരോരുത്തരുടെ, ഒരു വിശ്വാസിയുടെ വിജ്ഞാനദാഹം ജീവിതകാലം മുഴുവനും ഉണ്ടാകേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാകുന്നു? ജീവിതത്തിൽ മുഴുവനും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണല്ലോ വഖുർ റബ്ബി സിദ്നി ഇൽമ എന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനദാഹിയായി അറിവ് നേടാനുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കേണ്ട ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വന്നാൽ വളരെ നിശബ്ദമായിട്ട് റസൂല് കേൾക്കും. അദ്ദേഹം പോയിക്കഴിഞ്ഞാൽ യാതൊരു മാറ്റവും കൂടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സഹാബത്തിന് പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അക്ഷരജ്ഞാനമില്ലാത്ത, വൈതാനും വായിക്കാനും അറിയാത്തൊരു പ്രവാചകൻ ഈ വചനങ്ങളെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ മലാക്കമാർ കാവൽ നിൽക്കുന്ന ഒരു നിധി പോലെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. ഖുർആന്റെ വലിയ മോചിതത്താണിത്, ഈ പറഞ്ഞ സംഗതികൾ എന്ന് പറയുന്നത്. ഇത് സംബന്ധമായി നമ്മൾ പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതായിട്ട് വരും. അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. 2 സ്ലൈഡുകൾ ഞാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇത് നോട്ട്സ് അയച്ചു വരുമ്പോൾ പ്രത്യേകം ഇത് ശ്രദ്ധിച്ചിട്ട് ഇതറിയാത്ത ആളുകൾ പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന 2 പ്രാർത്ഥനകളാണ്. സമയം കഴിഞ്ഞാലും അടുത്ത സ്ലൈഡും കൂടെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമാ വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ, നീ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് പ്രയോജനം നൽകണമേ.
എനിക്ക് ഉപകാരമുള്ളത് പഠിപ്പിച്ചു തരികയും ചെയ്യണമേ. എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ. എല്ലാ അവസ്ഥയിലും അള്ളാഹുവേ നിനക്കാണ് സ്തുതി. അള്ളാഹുവേ, നീ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെ നീ എനിക്ക് ഉപകാരപ്പെടുത്തണമേ. പടച്ചോനെ, എനിക്ക് ഉപകാരമുള്ള ഒരുപാട് സംഗതികൾ ഇനിയുമുണ്ട് ലോകത്ത്, ജീവിതത്തിൽ. അതൊക്കെ നീ എന്നെ പഠിപ്പിച്ചു തരികയും ചെയ്യണമേ. വസിദിനി ഇൽമ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ. വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവേ നിനക്ക് തന്നെയാണ് സ്തോത്രം എന്ന് പറയുന്ന ആ പ്രാർത്ഥന നമ്മെ വിനയാന്വിതരാക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തത്, മറ്റൊരു പ്രാർത്ഥനയുള്ളത്, ഉപകാരമില്ലാത്ത അറിവ് നൽകരുതേ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറം വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. ഒരു വലിയ പ്രാർത്ഥനയാണ് ഇത്. പല പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അജ്സ്, കസല്, അശക്തി, മടി, ഭീരുത്വം, പിശുക്ക്, വാർദ്ധക്യം, ഖബർ ശിക്ഷ, അതിലൊക്കെ അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്റെ നഫ്സിന് നീ തഖ്വ തരണേ, അതിനെ നീ സംസ്കരിക്കണേ. നീയാണല്ലോ അതിന് തസ്കിയത്ത് നൽകുന്നവൻ. അൻത വലിയുഹാ മൗലാഹ, നീയാണല്ലോ അതിന്റെ ഉടമസ്ഥൻ. അള്ളാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത ഇൽമ് ഞാൻ നേടുന്നതിൽ നിന്ന്, ഞാൻ നേടിയ അറിവ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഉപകാരമില്ലാതായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥനയും ഇവിടെ പ്രസക്തമാണ്. വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. നിന്നെ ഭയപ്പെടാത്ത ഹൃദയം, ഒരിക്കലും അലച്ച തീരാത്ത ആഗ്രഹം തീരാത്ത നഫ്സ്, അതേപോലെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട രക്ഷ ചോദിക്കലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ ജ്ഞാനത്തിന്റെ സമുദ്രമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോഴും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് കൂടുതൽ കൂടുതൽ അറിവിനായി പ്രാർത്ഥിക്കാനാണ്. ഏറ്റവും വലിയ അറിവ് കിട്ടുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക അറിവ് കിട്ടാൻ വേണ്ടി. ലഭിച്ച അറിവിൽ അതിൽ തൃപ്തനാകാതെ കൂടുതൽ അറിവിനായി ദാഹിക്കുക എന്നാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണമെന്ന പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ അതിന്റെ ഇങ്ങനെയുള്ള വിശദീകരണങ്ങളിലൂടെ, ചിന്തകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോ നമുക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, നമ്മുടെ അറിവ് കൂടുതൽ കൂടുതൽ വിപുലീകരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ വചനങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിലൂടെയും അവയുടെ പൊരുളുകൾ ഗ്രഹിക്കുന്നതിലൂടെയും അറിവ് വർദ്ധിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ തുടക്കത്തിലുള്ള ഫതആലല്ലാഹുൽ മലിക്കു എന്ന ഭാഗം നമ്മൾ അവിടെ ചില വിശദീകരണങ്ങൾ നൽകേണ്ടതായിരുന്നു. നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ കഴിഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അത്യുന്നതനായ അള്ളാഹു ആണ് എന്ന പ്രയോഗം തആല എന്നാണ്. ഏറ്റവും അത്യുന്നതനായിരിക്കുന്നു അള്ളാഹു എന്ന്. ഒന്നിനും സാമ്യമല്ല. അവന്റെ ഗുണവിശേഷങ്ങൾക്ക് യാതൊരു തുല്യതയില്ല. പടച്ചവനെ സൃഷ്ടികളോട് ഉപമിക്കാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അങ്ങനെ ഇന്നും ഞാനൊരു വൈകുന്നേരം ഒരു പ്രസംഗം കേട്ടു. പടച്ചോനല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ എന്താ? മറ്റു ചില ആളുകളെ കൊണ്ട് അവര് പറയാ അദ്ദേഹം പടച്ചോനാണെന്ന് പറഞ്ഞാൽ എന്താ? ആ ഷെയ്ഖ്, ആ വലിയ, ആ ഔലിയ പടച്ചോനാണെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പറയും ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകളെ, പണ്ഡിതന്മാരായ ആളുകൾ പ്രസംഗിക്കുന്നതൊക്കെ കേട്ട അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പടച്ചവന്റെ അളവറ്റ കാരുണ്യത്തെ സംബന്ധിച്ച്